കാൽമുട്ട് ശസ്ത്രക്രിയക്കെത്തിയ രോഗിയുടെ ബന്ധു എന്ന വ്യാജേന ഞങ്ങൾ ഡോക്ടറെ സമീപിച്ചു. സ്വകാര്യ കമ്പനി വിൽക്കുന്ന ശസ്ത്രക്രിയാ ഉപകരണത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ഡോക്ടർ വാചാലനായി. ഏജന്റിന്റെ കൈവശം പണം നൽകുക, ഏജന്റ് ഉപകരണം നേരിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിക്കും. ഡോക്ടർ കച്ചവടത്തിന്റെ രീതി പറഞ്ഞു മനസ്സിലാക്കി. ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ബന്ധപ്പെട്ടപ്പോൾ ഏജന്റ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് പറന്നെത്തി. 2 കാലിലെയും ശസ്ത്രക്രിയ നടത്താനുള്ള ഉപകരണം ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിക്കണമെങ്കിൽ 1,60,000 രൂപ നൽകണം. വിലപേശൽ നടക്കാതെ വന്നതോടെ 1,60,000 രൂപ ഏജന്റിന് കൈമാറി. ഉപകരണങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് പണവും വാങ്ങി ഏജന്റ് മടങ്ങി. ബില്ല് ചോദിച്ചപ്പോൾ പിന്നാലെ ലഭിക്കുമെന്നായിരുന്നു മറുപടി. പണം നൽകിയതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ശസ്ത്രക്രിയ നടന്നു. പക്ഷേ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിച്ചത് ഏത് ഉപകരണമാണെന്നോ ശരീരത്തിൽ വെച്ച ഉപകരണത്തിന് ഇത്രയും വിലയുണ്ടോ എന്നൊന്നും രോഗിക്കോ ബന്ധുക്കൾക്കോ അറിയില്ല. RSPY പദ്ധതി പ്രകാരം കാൽമുട്ട് ശസ്ത്രക്രിയയ്ക്കുള്ള ഉപകരണത്തിന്റെ വില 40,000 രൂപ. എന്നാൽ സ്വകാര്യ ഏജൻസി 80,000 മുതൽ 1,00,000 രൂപയ്ക്ക് വരെ വിൽക്കുന്ന ഉപകരണം ലഭിച്ചാലേ ശസ്ത്രക്രിയ നടത്തൂ എന്നാണ് ഇവിടുത്തെ ഒരു വിഭാഗം ഡോക്ടർമാരുടെ നിലപാട്. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം ഡോക്ടർമാരും സ്വകാര്യ ഏജൻസികളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിൽ ഇരു കൂട്ടർക്കും നേട്ടമുണ്ട് എന്നത് തീർച്ച. ക്യാമറമാൻ രാഹുൽ കൃഷ്ണയ്ക്കൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.